ഹലോ മൈ ഡിയർ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എങ്ങനെ ട്രേഡിങ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ ഓരോ കാറ്റഗറി വെച്ച് പോകും തോറും നമ്മൾ എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കണം. പണ്ട് കാലത്ത് സാധനങ്ങൾ വാങ്ങിയ പോലെയാണ് നമ്മളിപ്പോൾ ട്രേഡിങ് ചെയ്യുന്നത്. പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റിംഗ് വന്ന്, കറൻസി പെയറിങ് വന്ന്, എല്ലാം വന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഒരു പുതിയൊരു ട്രേഡിംഗ് മെത്തേഡാണ് ഈ ഇങ്ങനെയുള്ള ഈ എന്താ പറയുക ഓപ്ഷൻ ട്രേഡിംഗ് പോലുള്ള ഇൻട്രാഡക്സ്. പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ ട്രേഡിംഗ് ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ പ്രഡിക്ഷൻസ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല രീതിയിൽ പ്രോഫിറ്റ്സിലേക്ക് നമുക്ക് മാറുന്നത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. ഇത് മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് ഈ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു തരുന്ന ട്രേഡിംഗ് ടിപ്സ് എന്ന് പറയുന്നത്, നമുക്കൊരു ദിവസത്തിൽ നമുക്കൊരു 1, 2, 3 വട്ടം മാത്രമേ ആ ട്രേഡിംഗ് ടിപ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1 ടൈം പ്രോഫിറ്റ് മാത്രം നോക്കി നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ് കിട്ടിയതിച്ച് വീണ്ടും അതിൽ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% ഞാൻ ഒന്നുകൂടെ പറയാം, ഷുവറായിട്ട് ലോസ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇതിനകത്ത് പൂർണ്ണമായിട്ട് പഠിക്കേണ്ടതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോസിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് പോലുള്ള ഈ ഒരു എന്താ പറയുക ബൈനറി ഓപ്ഷൻ, അതേപോലെ തന്നെ ഡിജിറ്റൽ ഓപ്ഷൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ട്രേഡിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പൂർണ്ണമായിട്ട് നമ്മൾ ഇതിനകത്ത് പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്നുകൂടെ ഓപ്പൺ എടുത്താണ്, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ചാനൽ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന ഓരോരോ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് എങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ട്രേഡിംഗ് എടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാം എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഓരോ ട്രേഡ് എടുക്കുന്നത് ഓരോ രീതിയിലാണ്. അതായത് ഇപ്പോൾ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാർട്ടിൽ നമ്മൾ ഏകദേശം ഒരു 10 15 സൈക്കോളജിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ട്രേഡ് നമ്മൾ അതിനകത്ത് എടുക്കുക സത്യത്തിൽ. കാരണം ഇതെന്ന് പറയുമ്പോൾ 1 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് നമുക്ക് ആ ട്രേഡിങ് വിന്നാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൂവ്മെൻറ്റ് നടന്നതിൻ്റെ ഓക്കെ ഇത് നമുക്കിപ്പോൾ കിട്ടുന്ന മൂവ്മെൻ്റ് ആണോ എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് എക്സ്പീരിയൻസ് ആയിരിക്കണം. നമ്മൾ നന്നായിട്ട് ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊണ്ടേക്കണം. എങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എടുത്ത $10 വെച്ചുള്ള 2 ട്രേഡ് നമുക്ക് വിന്നിങ് ആണ്. സത്യത്തിൽ ഇവിടെയും വിന്നിങ് ആണ്, ഇതും നമുക്ക് വിന്നിങ് ആണ്. ജസ്റ്റ് നോക്കി വെക്കാം. നമുക്ക് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ട്, ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം റെഡ് തന്നെ ആയിരിക്കും വരിക. കാരണം മനസ്സിലായതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ കഴിഞ്ഞ് ഇത് റെഡ് ക്യാൻഡിലായിരിക്കും. കാരണം ഇതൊരു 95% ഇത് റെഡ് ക്യാൻഡിലാണ്. പക്ഷെ ബാക്കി വരുന്നൊരു 5% ഇതെന്താവുന്നത്, ഗ്രീൻ ക്യാൻഡിൽ ആവാനുള്ള സാധ്യതകൾ കൂടുതൽ. ഓക്കെ, പക്ഷെ ഇവിടെ റെഡിൻ്റെ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ പാടന്നെ ഇവിടെ നമ്മൾ ഡൗൺലോഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 100% നമുക്ക് എന്താണ് വിന്നിങ് ആണ്. ഓക്കെ, പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡിങ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ലൈൻ പോയിൻ്റ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഈ ഒരു പോർഷനിൽ എത്തുന്നത്. മനസ്സിലായല്ലേ? ഈ ലൈൻ പോയിന്റിലൂടെ തട്ടുന്ന എല്ലാം ഡൗണിലേക്ക് മൂവ് ആവാൻ സാധ്യതയുണ്ട്. അതായത് ഈ പോയിന്റിൽ നിന്ന് എത്തി നമ്മൾ താഴോട്ടേക്കൊരു ഡൗൺ ട്രെൻഡ് കൊടുക്കുകയാണെങ്കിൽ 100% ആയിട്ട് ആ ഡൗണിലേക്ക് അല്ലെങ്കിൽ 95% ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇവിടെയും ഒരു ലൈൻ വരച്ചിടുക. ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്രയും പോർഷനിൽ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഒരു അപ്പ് ട്രെൻഡ് കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് നമ്മൾ ആ ഒരു ട്രേഡിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഡൗൺ ട്രെൻഡ് കൊടുത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സമമായിട്ട് വന്നപ്പോഴാണ് ഞാൻ ഡൗൺ ട്രെൻഡ് കൊടുത്തത്. അത് നമുക്കിവിടെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് കൊടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോർഷൻ വെച്ചിട്ടല്ല ഞാൻ കൊടുത്തത് ആ ഒരു ഡൗൺ ട്രെൻഡ്, ഇവിടുത്തെ പോർഷൻ വെച്ചിട്ടാണ് കൊടുത്തത്. അതായത് ഈ ഒരു മൂവ്മെൻറ്റിലുള്ള പോർഷനല്ല ഞാൻ കൊടുത്തത്, പകരം ഈ ഒരു മൂവ്മെൻറ്റിലുള്ള പോർഷനാണ് ഞാൻ കൊടുത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞേ ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ഇവിടെ താഴെ റെഡ് ക്യാൻഡിലായിരിക്കും എന്നുള്ള ഇത്രയും മൂവ്മെൻറ്റ് നടത്തിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹാമറാണ്. പക്ഷേ 100% അപ്പ് ട്രെൻഡ് പോകുമെന്ന് വെച്ചാൽ ഇല്ല, അത് പറയാനും പറ്റില്ല. കാരണം അത് ഓട്ടോമാറ്റിക് റിവേഴ്സിങ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ആ റിവേഴ്സിങ് കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നോക്കി മനസ്സിലാവും. അതിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞത്
ഗ്രീൻ ഔട്ട് ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഷോർട്ടിങ് ഹാമർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, താഴോട്ടേക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രഷർ അപ്പിലേക്കും പോകുന്നുണ്ട്, ഷോക്ക് താഴേക്കും വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ ടേംസൊക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രഷർ, ഷോക്ക് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കുറേ വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ഇതിനകത്തിലൂടെ അപ്ലോഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കേണ്ട. ഞാൻ ഇതിലൂടെ പൂർണ്ണമായിട്ട് ഇട്ട് വരുന്നത് എങ്ങനെ നല്ലത് ട്രേഡിങ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് തന്നെയാണ് ഇട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന എല്ലാ മെത്തേഡും ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പെടുത്തുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഏകദേശം ഒരു കുറച്ച് ദിവസങ്ങളോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ആ ഒരു ഇതെടുക്കാൻ വേണ്ടി പാടുള്ളൂ, ട്രേഡ് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ലോസ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു ഡൗൺ ട്രെൻഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ചില പ്രൊഡിക്ഷൻസ് നമുക്ക് അപ്പായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ട്രേഡിൽ ചില ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ എടുത്തൊരു ട്രേഡ് കണ്ടില്ലേ, ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ലോസാണ്, ലോസിലേക്ക് പോകാനുള്ളതാണ് $10. പക്ഷെ ഞാൻ നേരത്തെ $20 കളിച്ചതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇതാണ്ടോ, ഈ പോർഷൻസൊക്കെ തൊട്ടപ്പോൾ ഒക്കെ ഇത് ഡൗണിലേക്കാണ് പോയത്. ഇതൊക്കെ ഡൗൺ ട്രെൻഡിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നമുക്കിവിടെ ഒരു ലോസ് വന്നിട്ടുണ്ട് $10, കുഴപ്പമില്ല. ഇതുണ്ട്, ഇതൊക്കെ ഇവിടെയൊക്കെ വന്നത് എന്താ കണ്ടോ, മനസ്സിലായോ? ഇവിടെയൊക്കെ വന്നത് ഈ ഒരു ടച്ച് നടന്ന സമയത്തൊക്കെ ഇത് ഔട്ടാണ്, മനസ്സിലായോ? ഈ ടച്ച് മൊത്തം നടന്നപ്പോൾ ഔട്ടാണ്. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ, അതായത് ഇതേപോലെ ഒരു ക്യാൻഡിൽ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത് ഇപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയാലും കുഴപ്പമില്ല. ഈ ഒരു ക്യാൻഡിലിന് പകരം ഇങ്ങനത്തെ ഒരു ക്യാൻഡിലാണെങ്കിലും ശരി, ഇങ്ങനത്തെ ഒരു ക്യാൻഡിലാണെങ്കിലും ശരി, ഇനി ഇങ്ങനത്തെ ഒരു ക്യാൻഡിലാണെങ്കിലും ശരി, ഈ ഒരു 3 കാറ്റഗറിയിൽ വരുന്ന ക്യാൻഡിൽ 6 ആണെങ്കിൽ പോലും ഈ റെഡ് ക്യാൻഡിൽ 6ൻ്റെ ഈ ബോട്ടം ഇവിടെ കുറച്ചൊരു അപ്പിലോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺ ട്രെൻഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു എക്സ്പയർ വെച്ചും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ 2 മിനിറ്റിലോ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം, മനസ്സിലായോ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നതാ, ആൾക്കാർ വരുന്ന ഒരു 10-15 ട്രേഡ് ഒരുമിച്ച് അങ്ങ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ ഇരുന്നിട്ട് 10-15 ട്രേഡും ചെയ്യുന്നത്, അതിൻ്റെ വിന്നിങ് എടുത്ത് പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതുപോലെ ട്രേഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താ, ഒറ്റ മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ല അവർ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഞാൻ കാണിച്ചു തന്നിട്ട് ഞാനിത് ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് ഞാൻ ഡൗൺ ട്രെൻഡ് അടിച്ചപ്പോൾ അത് അപ്പ് ട്രെൻഡിൽ പോയിട്ട് ക്ലോസ് ആയി അല്ലേ. പക്ഷെ അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ തെളിവ് എന്താണ്, ഈ ഒരു പോർഷനാണ്, ഈ ഒരു റെഡ് ക്യാൻഡിലാണ്. നമ്മൾ ഇവിടെ ഇട്ട ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. പക്ഷെ അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് ഉണ്ടെന്ന് മനസ്സിലായത് എങ്ങനെയാണ്, ഈ റെഡ് ക്യാൻഡിലും വന്ന് ഈ റെഡ് ക്യാൻഡിലൂടെ ഫോമായി വന്നു, അങ്ങനെ മനസ്സിലാക്കിയത്. അവിടെ വേണേൽ നമുക്ക് 2 ഫ്രെയിമിൽ എന്ത് ചെയ്യുക, അടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 2 ഫ്രെയിം 1 ഫ്രെയിം, അതായത് 1 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെ ഒക്കെ ട്രേഡുകൾ ചെയ്യണമെങ്കിൽ തന്നെ ഒരേ ഫ്രെയിമിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡും കാര്യങ്ങളും എടുക്കേണ്ടത്. പിന്നെ ഇതേപോലെ തന്നെ കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം ഇതിന് നമ്മൾ പറഞ്ഞ ഇങ്ങനെ പോകുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞതിന് അപ്പ് സ്നേക്ക് സ്ട്രാറ്റജി എന്നാണ് പറയുക. അതായത് മുകളിലോട്ട് പോകുന്ന പാമ്പിൻ്റെ സ്ട്രാറ്റജിയാണ് ഇതിനെ പറയുന്നത്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറ്റും. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് നന്നായി ട്രേഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം ഞാൻ 2 തവണ ട്രേഡ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വിന്നിങ് കിട്ടുന്ന ട്രേഡ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ നോക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അധ്വാനിക്കുന്ന പൈസയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഫണ്ട് ആഡ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ജോലി എടുത്ത പൈസനെ കൊണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രം, കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഫണ്ടാണെന്നുള്ള ആദ്യം ബോധ്യം നമുക്ക് വേണം. ആ ബോധ്യത്തിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ കുറേ പാറ്റേൺസ് ഓൺ ആക്കിയിടും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ USD, ഈ USDക്ക് ഉണ്ടെങ്കിൽ ഈ GBP USD എടുക്കരുത്. കാരണം ഓൾറെഡി USD ഉണ്ട്.
അതിൽ ഇനിയിപ്പോൾ GBP USD എടുക്കരുത്. ഞാനിവിടെ യൂറോ USD എടുത്തുകൊണ്ട് ഇവിടെ ഞാൻ GBP USD എടുക്കൂല. അതേപോലെ തന്നെ ഇവിടെ ഞാൻ എന്ത് ചെയ്ത് യൂറോ USD എടുത്തുകൊണ്ട് തന്നെ ഞാനിവിടെ യൂറോ JPY എടുക്കൂല. പക്ഷേ അവിടെ എന്തെടുത്തിട്ടുണ്ട്, AUD JPY എടുത്തിട്ടുണ്ട്. കാരണം അത് കുഴപ്പമില്ല. അതേപോലെ തന്നെ USD JPY എടുക്കൂല. കാരണം ഇവിടെ JPY ഉണ്ട്, ഇവിടെ USD ഉണ്ട്. ഞാൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലായോ? അത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. ഇതും എടുക്കരുത് കേട്ടോ, ഇതൊന്നും എടുക്കരുത്. നമ്മൾ ക്ലിയർ ആയിട്ടുള്ള എന്താ പറയുക, ഇതിനോട് സിമിലറായി കിടക്കുന്ന ഒരൊറ്റ ട്രേഡും നമ്മൾ എന്ത് ചെയ്യരുത്, എടുക്കാൻ വേണ്ടി നോക്കരുത്. ഒരു പാറ്റേണും നമ്മൾ എടുക്കാനായിട്ട് നോക്കരുത്. ഇവിടെ സത്യത്തിലൊരു ലൈൻ സിസ്റ്റം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പോർഷൻ ഔട്ടായി പോയതുണ്ടല്ലേ, ഔട്ട് കയറിപ്പോയി. എന്താ ഈ ഒരു ലൈനിൽ ടച്ച് വന്ന് ഔട്ട് കയറി, ആ ഒരു ക്യാൻഡിൽ ഔട്ടായി. അതിന് എന്ത് ചെയ്യാണ്, ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഡൗൺ ട്രെൻഡ് ആയിട്ട് വരുന്ന സ്നേക്ക് എന്ന് പറഞ്ഞത്, ഇതിനാണ് ഡൗൺ ട്രെൻഡ് സ്നേക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഡൗൺ ട്രെൻഡ് സ്നേക്കാണ്. ഞാൻ വരച്ച് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. ഇത് മറ്റേ ചാർട്ടിൽ വരയ്ക്കുമ്പോൾ പല പേരും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിന് അതായത് ഈ ഐക്യോപ്ഷൻ പോലുള്ള ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ പറയേണ്ടത് ഡൗൺ ട്രെൻഡ് സ്നേക്സ് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. No. ഒരു സ്നേക്ക് പോകുന്ന പോലെ തന്നെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പാമ്പ് എഴയില്ല, താഴേക്ക് ഇങ്ങനെ പാമ്പ് എഴയുന്ന പോലെ പോയിക്കൊണ്ടിരിക്കും. ഈ സ്ട്രാറ്റജീസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒത്തിരി തവണ ഇരുന്ന് പഠിച്ചെടുത്തൊരു സാധനമാണിത്. ഇപ്പോൾ നമ്മൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലൊക്കെ നമ്മൾ ട്രേഡിങ് പഠിക്കുന്നില്ലേ, അതേപോലെ തന്നെ ഇതും നമ്മൾ ഇരുന്ന് പഠിക്കണം. ഇപ്പോൾ ചില ആൾക്കാർ പറയും ഇത് ഓൺലൈൻ ഗെയിമിംഗ് പോലെയാണെന്നൊക്കെ ചില ആൾക്കാർ പറയും. ഇല്ലല്ല, ഇതും നോർമൽ ഒരു പുതിയൊരു ട്രേഡിങ് സിസ്റ്റമാണിത്. ഒരു പുതിയ രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇതിനെപ്പറ്റി കുറ്റം പറയുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇതിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരാണ് ഇതിനെപ്പറ്റി കുറ്റം പറയുന്നത്. അതിപ്പോൾ എല്ലാത്തിനും സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൽ പൈസ പോയ ആൾക്കാർ അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പൈസ പോയ ആൾക്കാരോടോ ഈ ട്രേഡിങ്ങിനെ പറ്റി ചോദിച്ചാൽ അവരപ്പോൾ പറയുന്നതാ, ട്രേഡിംഗ് ഒക്കെ പറ്റിക്കലാണ്, ഫുള്ള് പ്രശ്നമാണ്, ഇതിൻ്റെ പൈസ മൊത്തം പോയി. പക്ഷേ അതേ ട്രേഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ആൾക്കാർ നല്ലോണം വരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് മനസ്സിലായോ? ഇത് പോയത് മനസ്സിലായോ? ഇവിടുന്ന് ഔട്ടായി, ഇവിടെ വന്ന് ഇവിടെ നമുക്കൊരു ഔട്ട്, ഇവിടെ നമ്മൾ കൊടുത്താൽ ഉറപ്പായിട്ട് മിന്നായി. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണോ? ഇവിടെ റെഡ് തട്ടി, ഇവിടെ നമ്മൾ അപ്പ് കൊടുത്ത് അപ്പ് പോയല്ലോ. ഇനി ഇവിടെ വീണ്ടും വന്ന് റെഡ് തട്ടി അപ്പ് കൊടുത്ത്, പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഈ വരുമ്പോൾ ഈ പോർഷൻ നോക്കുക, ഈ പോർഷനിൽ വന്നോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ ഇവിടെ ഡൗൺ ട്രെൻഡ് എങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിലെടുത്ത് നേരത്തെ കുറേ ക്യാൻഡിൽ കാണിച്ചു തന്നില്ലേ, അതിൽ കണ്ടോ ഇങ്ങനെ റെഡ് ക്യാൻഡിൽ വന്നിട്ട് ടോപ്പിലൊരു ചെറിയൊരു വിക്ക് വന്ന് താഴത്തും അതേപോലത്തെ ഒരു ചെറിയൊരു വിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഡൗൺ ട്രെൻഡാണ്. കണ്ടോ, ഇതിനോട് പാരലായിട്ട് വന്ന് ഡൗൺ അങ്ങ് അടിച്ചു പോയി. അത് കറക്റ്റ് ഒരു മിനിറ്റിൽ കറക്റ്റ് ഉള്ളതാണ്. ആ ഡൗൺ അങ്ങ് അടിച്ചു പോയി. അതേപോലെ തന്നെ ഇവിടെയും കണ്ടോ, ഈ ഒരു ക്യാൻഡിലൂടെ ഫോമായി, ഇവിടെ കണ്ടോ ചെറിയൊരു വിക്ക് വന്ന് ഇവിടെ ടോപ്പ് വിക്ക് വന്നു. പക്ഷെ അത് നേരെ ഡൗണിലോട്ട് അങ്ങോട്ട് പോയി. ഇവിടെ കണ്ടോ ഏറ്റവും നല്ലൊരു അപ് ട്രെൻഡിലൂടെ കയറി വന്ന്, പക്ഷെ ഇവിടെ 2 വിക്കറ്റ് താഴോട്ട് ഡൗൺ ആയിപ്പോയി. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുണ്ടാവും അല്ലേ? മനസ്സിലായില്ലേ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ ചെയ്യാം കേട്ടോ. ഇവിടെ കണ്ടോ ഒരു വേറെ ഏതൊരു ക്യാൻഡിൽ, ഏത് ക്യാൻഡിലും റെഡ്, ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഏത് ടൈപ്പ് ക്യാൻഡിൽ വന്നാലും ഇവിടെ ഈ ക്യാൻഡിൽ വന്നാണ്ടോ 2 വിക്ക് വന്നാൽ താഴോട്ട് ഫുള്ള് ഡൗൺ ട്രെൻഡ് അങ്ങ് പോയി. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇതിവിടെ ഡൗൺ ട്രെൻഡാ കണ്ടോ, ഡൗണിലേ പോകുന്നുണ്ടല്ലേ, അതും ഡൗൺ ട്രെൻഡാ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രേഡിങ്ങിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ടോ ഇവിടെ ഒരു വിക്ക് കയറി വന്നില്ലേ, നമ്മൾ ഒന്ന് അടിച്ചു നോക്കാം.
ഈ വിക്ക് ഒരു 95% ഇത് വിന്നിങ് സ്ട്രാറ്റജി കാണിക്കും. പക്ഷേ 5% ഇത് ഔട്ട് ആവാറുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പറഞ്ഞു തരുന്ന ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല സമയത്തും മാറും. ഇപ്പോൾ നമുക്കിത് ലൂസിലേക്കാണ് പോകുന്നത്, കാരണം ഇത് അപ്പിലേക്ക് പോകുന്നൊരു ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവിടെ ഈ ഒരു കാറ്റഗറി വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു 95% നമുക്ക് വിന്നിങ് സ്ട്രാറ്റജിയാണ്. എത്ര 95% ആണ് വിന്നിങ് സ്ട്രാറ്റജി ഉള്ളത്. പക്ഷേ അതിൽ വരുന്നൊരു 5% ഉണ്ടല്ലോ, ആ 5% നമുക്ക് എന്താവും, നമ്മളെ ട്രെൻഡ് ഡൗണിലേക്ക് അപ്പിലോട്ട് പോകും. അതായത് ലോസിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് 5%. ബാക്കി വരുന്ന 90% ഇവിടെ കാറ്റഗറി റെഡി ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെഡാണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്, മനസ്സിലായില്ല. അപ്പോൾ നമുക്കത് ഔട്ടാണ്, ലൂസായി പോയിട്ടുണ്ട്. കണ്ടോ, ഈ ട്രേഡ് ഇവിടെ ബ്രേക്ക് ആയിപ്പോയി. ഇവിടെ നമ്മളിപ്പോൾ ഡൗൺ ട്രെൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അപ്പ് ട്രെൻഡിൽ പോയിട്ട് ബ്രേക്ക് ആവുക ചെയ്യാം. ഇവിടെ നമ്മളൊന്നും ചെയ്യരുത്. ഇവിടെ നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ലോജിക്കാണ്. ഇത് വെച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരൊറ്റ ട്രേഡ് വിന്നാവുന്ന രീതിയിൽ പോയാൽ മതി. നമുക്ക് അധികം വിന്നിങ് സ്ട്രാറ്റജി ഒന്നും വേണ്ട ആവശ്യമില്ല. ഒരു ദിവസം ഒരൊറ്റ വിന്നിങ് മതി. ഒരു വിന്നിങ് എന്ന് പറയുമ്പോൾ ഒരു $10 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 850 രൂപേൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ $10 നിങ്ങൾ ഇടരുത്. ഒരു ഇന്ത്യൻ മണി കറൻസിയിലേക്ക് മാറ്റുകയാണെങ്കിൽ 50 രൂപയ്ക്ക് നമുക്ക് ആദ്യം ഇടാൻ പറ്റും, 55 രൂപ. അങ്ങനെ കളിച്ചാൽ മതി. ഞാൻ അതേപോലെ തന്നെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഫുൾ സീരീസ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും എങ്ങനെ, കാരണം എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ലോസ് ഇല്ലാണ്ട് പോവുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഇപ്പോൾ ഈ ഒരൊറ്റ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കുക. ഇതിങ്ങനെ വരയ്ക്കൊന്നും വേണ്ട, ഞാൻ അത് വരച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമാണ് വരച്ചു തന്നത്. പൊതുവേ ഞാൻ അങ്ങനെ വരയ്ക്കാറൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു ഏകദേശം കണ്ടാൽ മനസ്സിലാവും അത് എങ്ങനെയാണ് പോണേ, എവിടെ വരെ പോകും, ഏത് ബോട്ടണിലാണ് പോകണമെന്നുള്ളത് ഒരു ഏകദേശം നമുക്ക് ഇങ്ങനെ മനസ്സിലാൻ പറ്റും. അതിനാണ് ഈ ഗ്രിഡ് കൊടുത്തത്. ഈ ഒരു ഗ്രിഡ് കണ്ടോ, ഈ ഒരു ഗ്രിഡ് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ നല്ല വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ക്ഷമ നന്നായിട്ട് വേണം. ഇരുന്ന പാട് തന്നെ ഒരൊറ്റ സ്ട്രാറ്റജി വെച്ച് 10 ട്രേഡ് ജയിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കരുത്, അങ്ങനെ കിട്ടൂല. ഒരു 100 സ്ട്രാറ്റജി ഒരേ സമയം 10 ട്രേഡിങ്ങിലേക്ക് ഇടുമ്പോഴാണ് നമുക്ക് 10 എണ്ണം വിജയിക്കുന്നത്. ഞാൻ ഇതിൻ്റെ റിസ്ക് മനസ്സിലാക്കി തന്നില്ലേ, അത്രയാണ് ഇതിൻ്റെ റിസ്ക് വരുന്നത് കേട്ടോ. നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നോക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് ലോസ് വന്നതൊന്നും ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, കട്ട് ചെയ്യുകയോ കാര്യങ്ങളൊന്നുമില്ല. ഇത് പക്കാ ലെവലിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രേഡ് എടുക്കാനായിട്ട് നോക്കുക. ട്രേഡ് എടുത്തതിന് ശേഷം എനിക്ക് പറഞ്ഞു തരാം, ട്രേഡ് എടുത്തിട്ട് വിന്നായിട്ടുണ്ടോ, എങ്ങനെയാണെങ്കിൽ ലോസായോ എന്നൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾക്ക് ഉള്ള ട്രേഡിങ്ങിൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ പറഞ്ഞു തന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് വിന്നാവുണ്ടോ എന്നൊക്കെ പറഞ്ഞു തരണം. അതേപോലെ തന്നെ നമ്മളൊരു ടെലിഗ്രാം ചാനലൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രത്തോളം ഇത് എന്താ പറയുക, ആളുകൾ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം തുടങ്ങാൻ വെച്ചിട്ടാണ്. ഇപ്പം ഞങ്ങളൊരു പുതിയൊരു സ്റ്റാർട്ടിങ് വരുന്ന ചാനലായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എത്രത്തോളം നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. സക്സസ് ആക്കി എടുക്കുകയാണെങ്കിൽ 100% ഞാൻ നിങ്ങൾക്ക് എല്ലാ സ്ട്രാറ്റജീസും പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ $40 ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. $40 എനിക്ക് ഏകദേശം ഇതവിടെ കണ്ടാൽ മനസ്സിലാവും, $38 അടുത്ത് എനിക്ക് എന്തായിട്ടുണ്ട്, വിന്നിങ് കിട്ടിയിട്ടുണ്ട്. $40 ആയിട്ടുണ്ടായത് ഈ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഈ ഒരു ക്യാൻഡിൽ റെഡായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാനിവിടെ റെഡ് ക്യാൻഡിലാണ് ഞാൻ ഫോം ചെയ്തിട്ടുണ്ടായത്. അതായത് ഇവിടെ ഈ പോർഷനിൽ വെച്ചിട്ടാണ് ഞാൻ റെഡ് പോയിൻ്റ് അടിക്കുന്നത്. അതായത് റെഡ് ഫോമായി, ഒരു റെഡ് ക്യാൻഡിൽ ഫോമായി മാതിരിയാണെങ്കിൽ നിലവിൽ വന്നിരിക്കുന്ന ബോഡി മനസ്സിലായി. ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലവിൽ വന്നിരിക്കുന്ന ഏറ്റവും അവസാനം ഫോം ആയിരിക്കുന്ന ഒരു ബോഡീനേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ബോഡി ഓവർ ബോഡി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിലോട്ട് റിട്ടേൺ വരുന്ന സമയത്ത് നമുക്ക് ഡൗൺ ട്രെൻഡ് കൊടുക്കാം. അപ്പോൾ അത് 100% ആയിട്ട് വിന്നിങ് ആവും. ഇപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടോ, ഇതിപ്പോൾ ടോട്ടലി എന്താ, അപ് ട്രെൻഡ് എത്തി. ഇനി ഈ പോർഷനിൽ എവിടെയെങ്കിലും വരുമോ നോക്കുക. ഈ ഒരു പോർഷനിൽ എവിടെയും വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും ലോ ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ അവിടെ അപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് അപ് ട്രെൻഡിലേക്ക് മൂവ് ആവും. അപ്പോൾ അങ്ങനെ ഓരോ സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഇതൊരു ഡൗൺ ട്രെൻഡ് ഇവിടെ കാണുന്നുണ്ട്, നമുക്ക് നോക്കാം, അടിച്ച് നോക്കാം, അത് അപ്പാണോ ഡൗൺ ആണോ വരിക നോക്കി നോക്കാം. ഇതോടെ നമ്മൾ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ, കാരണം അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്ത് കൂടുന്നുണ്ട്.
നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ചാനൽ ഒത്തിരി ആൾക്കാർ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്ലാസ്സസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, ക്ലാസ്സസ് നിങ്ങൾ നേരത്തെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ക്ലാസ് തുടങ്ങിത്തരും. നമുക്കങ്ങനെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആൾക്കാർ കാണാനുണ്ടെങ്കിലല്ലേ വീഡിയോസ് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇടാത്തത്. നമുക്ക് നോക്കാം ട്രേഡ് വിന്നാവോ ലോസ് ആവോ എന്നുള്ള. ഇത് അവസാനത്തെ ട്രേഡിംഗ് കൂടിയാണ്. ഈ ട്രേഡിങ്ങിലൂടെ ഇന്നത്തെ സെക്ഷൻ പൂർണ്ണമായിട്ട് നിർത്തുകയാണ്. ഇനി നാളെയോ ഇത് നമുക്ക് അപ്പ് ട്രെൻഡിലോട്ട് മൂവ് ആയിട്ടുണ്ട്. നമുക്ക് ലോസാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ റെഡി അടിച്ചാൽ സാധനം ഡൗണിലോട്ട് വരും. പക്ഷേ ഞാനത് ട്രേഡ് എടുക്കുന്നില്ല. ഞാൻ ഇന്നത്തെ സെക്ഷൻ നിർത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അതേപോലെ നമ്മുടെ മറക്കാതെ നമ്മുടെ ചാനലുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. നമുക്ക് അടിച്ച് പൊളിച്ചിട്ട് ഒന്നിച്ച് മുന്നേറാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.